ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരവം ഒഴിഞ്ഞെങ്കിലും സംസ്ഥാനത്ത് 6 മാസത്തിനിടെ വരാനിരിക്കുന്നത് 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ. റായ്ബറേലിയിൽ കൂടി വിജയിച്ച രാഹുൽ ഗാന്ധി മണ്ഡലം നിലനിർത്താൻ തീരുമാനിച്ചാൽ വയനാട് ലോക്സഭയിലേക്കും ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. മന്ത്രി കെ രാധാകൃഷ്ണൻ MP ആകുന്ന സാഹചര്യത്തിൽ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ പുനഃസംഘടനയും ഉടനുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ LDFും UDFും ഒരുപോലെ MLAമാരെയും മന്ത്രിമാരെയും രംഗത്തിറക്കിയപ്പോൾ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായതാണ്. മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയിച്ചതോടെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും MLA ഷാഫി പറമ്പിൽ വടകരയിൽ കൊടിപാറിച്ചതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തി വയനാട് ഒഴിവാക്കാനാണ് സാധ്യതകളേറെയും. അങ്ങനെയെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. ചുരുക്കത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനം നീങ്ങുക 3 ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക്. 6 മാസത്തിനകം തെരഞ്ഞെടുപ്പുണ്ടാകുമെന്നുള്ളതുകൊണ്ട് തന്നെ മുന്നണികൾ വൈകാതെ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കും. ചേലക്കരയിൽ രാധാകൃഷ്ണന്റെ പിൻഗാമിയായി മുൻ MP PK ബിജുവിനെയാകും ഇടതുമുന്നണി കളത്തിലിറക്കുക. ഇടതുകോട്ടയിൽ കളം പിടിക്കാൻ UDFും NDAയും ആരെ രംഗത്തിറക്കുമെന്നത് വ്യക്തമല്ല. പാലക്കാട് നിലനിർത്താൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെയാകും UDF നിയോഗിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP കടുത്ത മത്സരം കാഴ്ചവെച്ച പാലക്കാട് മറ്റു പേരുകളിലേക്ക് UDF പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വയനാട് രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി വന്നാലും അത്ഭുതപ്പെടാനില്ല. സംസ്ഥാന നേതാക്കളാണ് മത്സരിക്കുന്നതെങ്കിൽ UDF കൺവീനർ MM ഹസനായിരിക്കും സാധ്യത. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് ലോക്സഭയിലേക്ക് പോകുന്നതോടെ പിണറായി മന്ത്രിസഭയിൽ പുതുമുഖം വന്നേക്കും. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടനയും വകുപ്പുമാറ്റവും ഉണ്ടാകുമോ എന്നതും ഏറെ ശ്രദ്ധേയമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.